ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് മൈ പ്ലഷർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 റെസിപ്പീസും കൊണ്ടാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു പത്തിരിയും തേങ്ങ ചേർക്കാതെ വെള്ളക്കടല കൊണ്ട് തയ്യാറാക്കിയ ഒരു കറിയും ഉണ്ട് കേട്ടോ. അതിനു വേണ്ടി വറുത്ത പച്ചരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് റാഗിപ്പൊടിയും എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. അതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. കാൽ കപ്പ് പച്ചവെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി കുഴിച്ച് മയപ്പെടുത്താം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടി സ്പൂൺ കൊണ്ട് കുഴച്ച് ഓരോ ഉരുളയാക്കി പത്തിരി ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു തട്ടോ പ്ലേറ്റോ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ചൂടായ പത്തിരിക്കല്ലിൽ കുറച്ച് എണ്ണ തടവി ഓരോ പത്തിരിയും തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. ഒരു തവണ 2-3 പത്തിരി ഒന്നിച്ചിട്ട് വേവിക്കാം, കല്ലിൻ്റെ വലിപ്പമനുസരിച്ച്. റാഗി കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളൂ. മൊരിഞ്ഞ പത്തിരി ഇഷ്ടമുള്ളവർക്ക് ചൂടോടെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് വേണമെങ്കിൽ കാസറോളിൽ ഇട്ട് വെച്ചാലും മതി. അടുത്തതായി വെള്ളക്കടല കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് കുതിർത്ത വെള്ളക്കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ചീനച്ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റുക. ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് വേവിച്ച കടലയിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. ഇതാ ഞാൻ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി വെക്കാം. സവാള വഴന്ന് വന്നാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റാം. 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച കടല ചേർക്കുക. പിന്നെ വേവിച്ച കടലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. കടല അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പുള്ളൊരു കറിയായിരിക്കും ഇത്. നമുക്ക് തേങ്ങയില്ലാത്ത സമയത്തൊക്കെ ഇതേപോലെ കടലക്കറി വെച്ചാൽ നല്ല രുചിയും കൂടും,
നല്ല കൊഴുപ്പും ചാറോട് കൂടിയുള്ള കറി ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.